ഹലോ. ഹലോ. എന്നതാടോ? ഇവിടെ ഒന്നുമില്ല. അല്ല, കുറച്ച് മുന്നേ ഭയങ്കര ബഹളമായിരുന്നല്ലോ. അതൊന്നും ഉണ്ടാവാറില്ലല്ലേ? എന്ത് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ സാറേ. ആ ഞാൻ ഉറങ്ങിപ്പോയതാ, അതുകൊണ്ടാ പിന്നെ വലുതായിട്ടൊന്നും പറയാതിരുന്നേ. ഉറക്കത്തിലേ. നമുക്കാരും മേടിച്ചു തരാൻ ആരുമില്ലല്ലോ. പിന്നെ ആരും ഇല്ല, പാവം. അതുകൊണ്ടല്ലേ ഇങ്ങനെ ബഹളം വെക്കണം. എന്നിട്ടാ വെള്ളം വെച്ചിട്ട് വല്ലതും കിട്ടിയാ? ബഹളം വെച്ചിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. എങ്കിലും ചെറുതായിട്ട്. ചെറുതായിട്ടൊക്കെ. അത് മതി. എന്ത് സ്വഭാവം ഇത്? ഒരു കെട്ടിയോനുണ്ട്, ഒരു ഉപകാരവും ഇല്ല. ആയിക്കോട്ടെ മോളെ. ഉപകാരം ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് ഒഴിവാക്കിയാലേ. വെറുതെ വേണ്ടാത്തതൊക്കെ എടുത്ത് തലേ വെച്ചോണ്ട് നടക്കണോ ഇങ്ങനെ? അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല. ഈയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞ ഒരു ഉപകാരം ഇല്ലാത്ത സാധനങ്ങൾ എന്തിനാ എനക്ക്? അത് പറയാതെ. അങ്ങനെ ഫുള്ളായിട്ട് ഉപകാരം ഇല്ലാന്ന് ഞാൻ പറയൂല. ഈ നേരത്തെ എന്തെന്നാ പറഞ്ഞേ? അത് എനിക്ക് സാധനം മേടിച്ചു തരാത്തോണ്ടല്ലേ. ആയിക്കോട്ടെ. ഞാൻ എത്ര നാള് കൊണ്ട് പറയും ഒരു സാധനം മേടിച്ചാൽ ഇതുവരെയായിട്ടും മേടിച്ചെന്നാ ഇല്ലല്ലോ. ഒരു സാധനമല്ലല്ലോ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ മോളെ. അതെന്താ പറയാത്തെ? ഒരുപാട് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഏ, ഞാൻ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പറയുമ്പോ അതും മേടിച്ചു തരണം. എല്ലാതും ഉണ്ട്. ഞാൻ ഉറക്കത്തിലായോണ്ടോ പിന്നെ ഒന്നും മിണ്ടാതിരുന്നേ. ഉറക്കം എണീച്ചപ്പോ പിന്നെ വാട്സപ്പിൽ കിടന്ന് മെസ്സേജ് കണ്ടപ്പോഴാ പിന്നെ അങ്ങോട്ട് വിളിച്ചേ. വിളിക്കാനെങ്കിലും തോന്നിയല്ലോ. തോന്നിയൊക്കെ ചെയ്ത്. അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്തിനാ വഴക്കൂടുന്നേ? പിന്നെ വഴക്ക് കൂടിയാലേ എനിക്ക് സാധനം കിട്ടത്തുള്ളൂ. ഇത് നല്ല സ്വഭാവമൊന്നും അല്ലടോ. നല്ല സ്വഭാവമൊന്നുമല്ല, എന്നാലും കാര്യം നടക്കണമെങ്കിൽ കുറച്ച് തലോട്ടൊക്കെ നല്ലതാ. അത് ഓവറാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അത് എൻ്റെ തോന്നലായിരിക്കും. തോന്നലൊന്നുമല്ല, ശരിയാ. അത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ആൾക്കാർ വല്ലതൊക്കെ തന്നെ പറയും. സ്വന്തം വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. മറ്റുള്ളവർക്ക് നിന്ന് അങ്ങനെ കാണിച്ചാലോ? ഞാൻ മറ്റുള്ളവർക്ക് എവിടെയും കാണിക്കുന്നില്ല. അപ്പൊ എൻ്റെ വീട്ടിൽ കാണിച്ചതോ? നിങ്ങളെ വീടല്ലേ, എന്റെ സ്വന്തം വീടല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇനി ഇങ്ങനെ കാണിക്കല്ലേ. കാണിക്കാണ്ടിരിക്കാനേ നിങ്ങൾ വേണം നോക്കാൻ, ശ്രദ്ധിക്കണതൊക്കെ. ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഞാൻ നിന്റെ അടുത്തിരിക്കല്ലേ, എപ്പോഴും നിന്നെ ഇങ്ങനെ നോക്കി നിനക്ക് ഉറുമ്പിനെ വേണോ, അമ്പിളിയമ്മാവനെ വേണോ, പാവക്കുട്ടി വേണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കല്ലേ. അടുത്തൊന്നും ഇരുന്നില്ലെങ്കിലും സാധനങ്ങളൊക്കെ എന്റെ കയ്യിലെത്താം. അതാ പറഞ്ഞത്, ഈ ഒരു രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോ ശരിക്കും അങ്ങ് ദേഷ്യം വരും. ഞാൻ നല്ല ദേഷ്യത്തിൽ ഇരുന്നതാ. പിന്നെ ഞാൻ വിചാരിച്ചു പാവല്ല, ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചോണ്ടാവും ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഞാൻ അധികം സാധനങ്ങളൊന്നും പറയില്ലല്ലോ. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളല്ലേ പറയുള്ളൂ. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ആയിക്കോട്ടെ. ഒറ്റ കാര്യം, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. പിന്നെ അത്രേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം കയ്യിൽ തരുന്നത്, അപ്പൊ അതിനു വേണ്ടിയിട്ട് മാറ്റണം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. അതെ, പോയി. ഞാൻ ഇതിനൊന്നും ഇനി വാശി പഠിക്കൂല. എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് എത്തണം. ആയിക്കോട്ടെ. അതൊക്കെ പിന്നെ കുറച്ച് പിടിച്ചുണ്ട്. ഇതൊന്നും ഒട്ടും നടക്കുകയല്ല. ഇതൊക്കെ എത്ര ദൂരത്താ. പറയുമ്പോ അങ്ങ് എത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്തണ്ടേ? അതെത്തണം. ആ സിറ്റുവേഷനും കൂടി മനസ്സിലാക്കിയിട്ട് വേണം മുമ്പിലേക്കൊക്കെ പോകാൻ. ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാട്ടോ. എപ്പോഴും കളിയും ചിരിയൊന്നും ആട്ടെ. പോകുന്നത് ചിലപ്പോ രണ്ടുപേർക്കും റിസ്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ? അല്ല, ഇന്ന് എൻ്റെ സ്വഭാവം കാരണം എന്തൊക്കെ കേട്ടെന്ന് അറിയാം ഞാൻ. എന്തൊക്കെ കേട്ട്? അതൊന്നും പുറത്ത് പറയാൻ പറ്റൂല. ഓടുന്നു. ഇതൊക്കെ കേൾക്കണം. ആയിക്കോട്ടെ മോളെ. പിന്നെ നീ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചെന്നാ മതി, പുറത്തേക്കൊന്നും പറയണ്ട.
മനസ്സിലൊന്നും വെക്കൂല, നിങ്ങളുടെ അടുത്തേക്ക് പ്രകടിപ്പിക്കും ഞാനത്. അത് എൻ്റെ അടുത്ത് ആയിക്കോട്ടെ, അവിടെ കാണിക്കണ്ടെന്നാ പറഞ്ഞത്. അതെനിക്ക് ദേഷ്യം വന്നിട്ടാ. ദേഷ്യം വരുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതുവരെ ഒന്നും ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനിപ്പോ ഒന്നും പറയാനില്ല. ഓക്കെ.